ഡോപ്പമീൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ട്രെൻഡ് മാത്രമല്ല, ഇറ്റ് ഈസ് എ നീഡ് ഓഫ് അവർ ടൈം. ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മളുടെ ഫോക്കസ് ആണ് ലൈഫിലെ ഔട്ട്കംസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് എ സിസ്റ്റം ടു പ്രൊട്ടക്റ്റ് യുവർ ബ്രെയിൻ, യു ആർ നോട്ട് ദ യൂസർ, യു ആർ ദ പ്രൊഡക്റ്റ്. അഡിക്ഷൻ എന്ന് പറയുന്നത് ആൽക്കഹോളും ഡ്രഗ്സും മാത്രമല്ല, നമ്മളെല്ലാവരും ലൈഫിൽ എന്തിനെങ്കിലുമൊക്കെ അഡിക്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ, വീഡിയോ ഗെയിംസ്, സോഷ്യൽ മീഡിയ, ഓവർ ഈറ്റിംഗ്, പോൺ, ഗാംബ്ലിംഗ്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ്. ഇങ്ങനെ പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ആൻഡ് ഓരോ ഇൻഡിവിജ്വൽസിനും ഇത് പലതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി കീപ് ചേസിങ് ദം ഫോർ ദ നെക്സ്റ്റ് ഡോപ്പമീൻ ഹിറ്റ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇതിനെ ചേസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാനോ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ സാധിക്കാതെ പോകുന്നത്. ബൈ കണ്ടിന്യൂസ്ലി ഡൂയിങ് ദീസ് ആക്ടിവിറ്റീസ് നമ്മളുടെ ബ്രെയിനിലെ ഡോപ്പമീൻ ടോളറൻസ് കൂട്ടുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സോഷ്യൽ മീഡിയ ബ്രേക്കിനെ കുറിച്ചല്ല, മറിച്ച് ഒരു കോഗ്നിറ്റീവ് റീസെറ്റാണ്. നമ്മളുടെ ഡോപ്പമീൻ ബേസ് ലൈൻ ലോവർ ചെയ്യാനും അതുപോലെ നമ്മളുടെ ബ്രെയിനിനെ റീസെൻസിറ്റൈസ് ചെയ്യാനുമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ഇതിലൂടെ നമുക്ക് ലൈഫിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ ഒരു കിക്ക് അത് വീണ്ടും നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു മിത്തുണ്ട്, അതായത് നമ്മളുടെ ഡോപ്പമീൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹാപ്പിനെസ്സും കൂടുമെന്ന്. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷേ ഇതൊരു ലൈ ആണ്. ഡോപ്പമീൻ ഈസ് നോട്ട് അബൌട്ട് ഹാപ്പിനെസ്, ഇറ്റ്സ് അബൌട്ട് ആൻറ്റിസിപ്പേഷൻ ഓർ വാണ്ടിങ്. ഇതൊരു ഹാപ്പിനെസ് ഹോർമോൺ അല്ല. ഡോപ്പമീൻ ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒരു ഡിസയർ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമീൻ. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഫ്യൂവലാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. നമ്മളൊരു കാർ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിലെ ആക്സിലേറ്റർ മാത്രമാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. കാർ എങ്ങോട്ട് പോകണമെന്ന് ഡോപ്പമീൻ അറിയില്ല, അത് നമ്മളുടെ ബ്രെയിനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഡോപ്പമീൻ ഈസ് ഫണ്ടമെൻ്റൽ ടു ഗെറ്റ് തിങ്സ് ദാറ്റ് വി നീഡ് ഫോർ അവർ സർവൈവൽ ആൻഡ് ലൈഫ്. സയൻറ്റിസ്റ്റുകൾ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ത്രൂ ആൻ എക്സ്പെരിമെൻറ്റ്. ഇതിനു വേണ്ടി റാറ്റ്സിൻ്റെ ബ്രെയിനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡോപ്പമീൻ റിമൂവ് ചെയ്തു. ആൻഡ് ഇതിന് ശേഷം സയൻറ്റിസ്റ്റുകൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ റാറ്റ്സിനെ ഡയറക്റ്റ്ലി മൗത്ത് ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ സം ടൈം അവർ ജസ്റ്റ് ഒരടി അകലത്തിൽ ഇവർക്ക് ഫുഡ് വെച്ച് കൊടുത്തു നോക്കി. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അവരുടെ തൊട്ട് മുമ്പിൽ ഫുഡ് ഉണ്ടായിട്ട് പോലും ഈ റാറ്റ്സ് അത് കഴിച്ചില്ല എന്നുള്ളതാണ്. ആൻഡ് വിത്തൗട്ട് ഹാവിങ് ഫുഡ് അവരെല്ലാവരും പട്ടിണി കാരണം മരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് അവരെത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശപ്പുണ്ടായിട്ട് പോലും അതിനുവേണ്ടി ആക്ട് ചെയ്യാൻ ഈ റാറ്റ്സിന് സാധിക്കാതെ പോയത് ഡോപ്പമീൻ ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഡോപ്പമീൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡോപ്പമീൻ തരുന്നത് എക്സ്പെക്റ്റിംഗ് എ റിവാർഡാണ്. ഇതുകൊണ്ടാണ് ഡോപ്പമീൻ കിട്ടി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ഹണ്ടേഴ്സ് കെമിക്കലാണ്. വൺസ് ദ ഹണ്ട് ഈസ് ഓവർ ഇറ്റ് ലീവ്സ് യു ഹോളോ. നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒരുപാട് പേര് ADHD ആയിട്ട് ഡയഗ്നോസ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനിൽ അറ്റൻഷൻ സ്പാൻ കുറവാണെന്ന് പറയുന്ന സ്റ്റഡീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതിനെല്ലാം ഡോപ്പമീനുമായിട്ട് ഒരു കോറിലേഷൻ ഉണ്ട്. ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് അത് ആക്സിഡൻ്റൽ അല്ല, ഇറ്റ് ഈസ് എൻജിനീയർഡ്. ആൻഡ് നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു $1 ബില്യൺ ഇൻഡസ്ട്രി ആയി മാറിക്കഴിഞ്ഞു. മാർക്കറ്റേഴ്സ് സ്പെൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ടു അട്രാക്ട് യുവർ അറ്റൻഷൻ. ഇതിന് മെയിൻലി 2 ട്രാപ്പുകളുണ്ട്, ദ അൽഗോറിതം ട്രാപ്പ് ആൻഡ് ദ ഫുഡ് ഇൻഡസ്ട്രി ട്രാപ്പ്. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കാം. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം റീൽസ്, അതുപോലെ യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആപ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ഹുക്ക് ചെയ്യാനാണ്. ഓരോ സ്വൈപ്പിലും ഓരോ ഡോപ്പമീൻ ഹിറ്റ് ഉണ്ടാവും. അടുത്തത് എന്ത് വരുമെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയില്ലേ, അതാണ് ഡോപ്പമീൻ. ബില്യണയർ ഇൻവെസ്റ്ററും അതുപോലെ തന്നെ എക്സ് ഫേസ്ബുക്ക് എക്സിക്യൂട്ടീവുമായ ചമ്മത് പലിഹപ്പട്ടിയ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ആപ്സ് ആർ ലിറ്ററലി വയറിങ് യുവർ ബ്രെയിൻ ഫോർ സൂപ്പർ ഫാസ്റ്റ് ഫീഡ്ബാക്ക്. നമ്മൾ ഇൻസ്റ്റൻറ്റ് വാലിഡേഷന് വേണ്ടി കൊതിക്കുന്നവരായി മാറിക്കഴിഞ്ഞു. ഡോപ്പമീൻ്റെ ഈ കഴിവിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഫുഡ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് കഴിക്കണമെന്ന് പോലും ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഡോപ്പമീനാണ്. ഡോക്ടർ സൂസൻ ക്ലോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ ആൻഡ് ഫാറ്റ് കമ്പൈൻ ചെയ്താൽ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ബ്ലാസ്റ്റ് ആകുമെന്നാണ്. ബിസിനസ്സസ് ആൻഡ് ഫുഡ് എൻജിനീയേഴ്സ് ഇൻറ്റൻഷണലായിട്ട് നമ്മളുടെ ഫുഡിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഷുഗറും ഫാറ്റും ആഡ് ചെയ്യാറുണ്ട്. ഇത് നമ്മളുടെ ക്രേവിങ് കൂട്ടാനായിട്ടാണ്. നമ്മളൊരു ബർഗർ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കോക്ക് കുടിക്കാറില്ലേ? ഇത് ആക്സിഡൻ്റൽ അല്ല ഒരിക്കലും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഡോപ്പമീൻ കിട്ടുന്നു എന്നുള്ളതാണ് അതിലെ സത്യം. ഇത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ബിസിനസ്സുകൾ ഇതിനെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യില്ലേ? ഈ ഒരു എംപ്റ്റിനെസ് കാരണമാണ് നമ്മൾ കൂടുതൽ ക്രേവ് ചെയ്യുന്നത്. ഇനി വൈ ഓവർ സ്റ്റിമുലേഷൻ ഈസ് എ പ്രോബ്ലം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ മൈൻഡ്ലെസ് സ്ക്രോളിങ്ങിലൂടെയെല്ലാം നമ്മളുടെ ബ്രെയിനിൻ്റെ ഡോപ്പമീൻ ബേസ് ലൈൻ വർദ്ധിപ്പിക്കുകയാണ്. ആൻഡ് ഇതിലൂടെ നമ്മളുടെ ഡോപ്പമീൻ ടോളറൻസ് കൂടും. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഹൈ കിട്ടാനായിട്ട് കുറച്ച് കൂടുതൽ ഡോസ് വേണ്ടി വരുന്നത് നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഒരു റിപ്പോർട്ട് എഴുതാനോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാനോ ഒക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ പറയും, ഇത് ബോറിംഗ് ആണ്, എനിക്ക് ആ ഹൈ സ്റ്റിമുലേഷനുള്ള റീല് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഗെയിം കൂടെ കളിച്ചിട്ടാകാമെന്നൊക്കെ ഫീൽ ചെയ്യും. പൊതുവെ 4 ടൈപ്പിലുള്ള ട്രിക്സ് ആണ് നമ്മളുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് കളിക്കാറുള്ളത്. ട്രിക്ക് 1, റിട്ടേണിംഗ് ടു വർക്ക് ഈസ് ഈസി. വർക്കിലേക്ക് തിരിച്ചു പോകാൻ എളുപ്പമാണെന്ന് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പറയും, പക്ഷെ ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ട്രിക്ക് 2, യു ക്യാൻ ഡു ഇറ്റ് ലേറ്റർ. കുറച്ച് നേരം കൂടി സ്ക്രോൾ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നൊക്കെ നമ്മളുടെ ബ്രെയിൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. ട്രിക്ക് 3, എക്സൈറ്റ്മെൻറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് ഫുൾഫിൽമെൻറ്റ്. നമ്മൾ ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ തന്നെ ഇത് ഫണ്ണാണ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആണ്, സോ കൂടുതൽ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ട്രിക്ക് 4, യു ആർ മിസ്സിങ് ഔട്ട്. ഇപ്പോൾ ചാറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഐ വോണ്ട് ഗെറ്റ് ടു നോ വാട്ട്സ് ഹാപ്പനിങ്. ഇങ്ങനെ ഒരു ട്രിക്കും നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ അടുത്ത് കളിക്കും. ഇതെല്ലാം ആക്ച്വലി നമ്മൾ തന്നെ നമ്മളോട് കളിക്കുന്ന മൈൻഡ് ഗെയിംസ് ആണ്. ഈ ഹൈ ലെവൽ ഓഫ് സ്റ്റിമുലേഷനും നോർമൽ ബോറിംഗ് വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ലൈഫിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാകുന്നത്. ഡോപ്പമിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ് ദ പ്ലഷർ പെയിൻ ബാലൻസ്. ഡോക്ടർ ആന ലെംകി ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ ഒരു ബാലൻസ് സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സൈഡിൽ പ്ലഷർ, ഒരു സൈഡിൽ പെയിൻ. നമ്മളൊരു ഡോപ്പമീൻ ഹിറ്റ് എടുക്കുമ്പോൾ, സേ വാച്ചിങ് എ റീൽ ഓർ ഈറ്റിംഗ് ജങ്ക് ഫുഡ്, അപ്പം നമ്മളുടെ പ്ലഷറിൻ്റെ സ്കെയിൽ കുറച്ച് താഴും. ബട്ട് നമ്മളുടെ ബ്രെയിനിന് ബാലൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മളുടെ ബ്രെയിൻ ആ പ്ലഷറിനെ കൗണ്ടറാക്ട് ചെയ്യാനായിട്ട് പെയിൻ സ്കെയിലിലേക്ക് വെയിറ്റ് കൊടുക്കും. ഇതാണ് പലപ്പോഴുമായിട്ട് നമുക്ക് ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഓവർ സ്റ്റിമുലേഷൻ കാരണം നമ്മളുടെ പ്ലഷർ സ്കെയിലിനെ ബാലൻസ് ചെയ്യാനായിട്ട് ബ്രെയിനിന് കൂടുതൽ പെയിൻ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കുറേ നേരം സ്ക്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റബിലിറ്റി ഒക്കെ ഫീൽ ചെയ്യാറുള്ളത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ന്യൂറോ അഡാപ്റ്റേഷൻ. നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പം നമുക്ക് നോർമലായിട്ട് ഇരിക്കാൻ പോലും ഈ ഹൈ സ്റ്റിമുലേഷൻ വേണമെന്ന അവസ്ഥയിലേക്ക് എത്തി. ഇഫ് യു കാൺ സിറ്റ് ഇൻ സൈലൻസ് ഫോർ 5 minutes, യുവർ സ്കെയിൽ ഈസ് ഓൾറെഡി ബ്രോക്കൺ. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ പാർട്ടിലേക്ക് വരാം, ഡോപ്പമീൻ ഡീറ്റോക്സിങ് മെത്തേഡ്സിലേക്ക്. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് ദ ബെസ്റ്റ് ഡോപ്പമീൻ ഡീറ്റോക്സിങ് മെത്തേഡ്സ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് അതിനെ ഒരു പ്രോട്ടോക്കോളായി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ പ്രോട്ടോക്കോളിന് 3 tiers ആണുള്ളത്. Tier 1, 48 hour or 24 hour complete dopamine detox. Tier 2, building systems and creating friction. Tier 3, neuro adaptation. ആദ്യം തന്നെ Tier 1 48 hour ഡോപ്പമീൻ ഡീറ്റോക്സിനെ കുറിച്ച് സംസാരിക്കാം. ഡോപ്പമീൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയതുകൊണ്ട് തന്നെ അതിനെ റീക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ റിസപ്റ്റേഴ്സിനെ സ്റ്റാർവ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് 48 hours നമുക്ക് ചീപ്പായിട്ടുള്ള എല്ലാ ഡോപ്പമീൻ സോഴ്സുകളും എലിമിനേറ്റ് ചെയ്തിട്ട് എഫേർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡോപ്പമീൻസുമായിട്ട് റീപ്ലേസ് ചെയ്യണം. അതായത് ബേസിക്കലി നോ ഫോൺ, ഗെയിംസ്, ഷുഗർ, ആൽക്കഹോൾ ആൻഡ് മൂവീസ്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ 48 hours എലിമിനേറ്റ് ചെയ്യണം. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫേർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ വാക്കിങ്ങിന് പോവുക, ജേർണൽ എഴുതുക, ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യുക, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആദ്യം പറഞ്ഞ പ്ലഷർ പെയിൻ ബാലൻസ് ഇല്ലേ, അതിൽ നമ്മൾ പെയിനിൻ്റെ സൈഡ് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഷർ വർദ്ധിപ്പിക്കും. സോ ഇതിലൂടെ നമുക്ക് നമ്മളുടെ ഡോപ്പമീൻ റിസപ്റ്റേഴ്സിനെ സ്റ്റാർവ് ചെയ്യാൻ സാധിക്കും. ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം, ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ യോഗയിലൊക്കെ ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻസ് ഉണ്ട്. അതായത് വിപാസന റിട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു
10-day മെഡിറ്റേഷൻ പ്രോഗ്രാമാണ്. ആ 10 days ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ല, അതുപോലെ തന്നെ കംപ്ലീറ്റ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡോപ്പമിൻ ഡീറ്റോക്സിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ 48 hours, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 48 hour പറ്റണം എന്നില്ല. സോ അങ്ങനെയുള്ളവർക്ക് 24 hour ഒക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി Tier 2, ബിൽഡിംഗ് സിസ്റ്റംസ് ആൻഡ് ക്രിയേറ്റിംഗ് ഫ്രിക്ഷൻ. റീസെറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ബിൽഡ് ചെയ്യുക എന്നാണ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിസ്റ്റംസ് ആവശ്യമാണ്. നമ്മളുടെ എൻവയോൺമെൻറ്റ് നമ്മളെ സേവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻസ് ബേസിക്കലി ലേസിയാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒത്തിരി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ വളരെ പാടാണെങ്കിൽ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യും. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ആപ്പ് ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഫോൺ വേറൊരു റൂമിൽ വെക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിലും കുറേ നേരമൊക്കെ നമ്മളിത് ഇല്ലാണ്ടിരിക്കാൻ പഠിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു മോർണിംഗ് റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ഡെയിലെ ഫസ്റ്റ് അവറാണ് നമ്മളുടെ അന്നത്തെ ഫോക്കസ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 hour നമ്മൾ മാക്സിമം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ രാവിലത്തെ സൺലൈറ്റ് നമ്മൾ കൊള്ളുകയാണെങ്കിൽ നമ്മളുടെ സർക്കേഡിയൻ റിതം സ്റ്റേബിലൈസ് ആവും. നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ ഹാക്ക് എന്ന് പറയുന്നത്, രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൽ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കാം. സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഹിയർ ആൻഡ് നൗ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹിയർ ആൻഡ് നൗ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ ഓർ സെറോട്ടോണിൻ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഡോപ്പമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. സോ ദീസ് മേക്ക് യു കാമർ ആൻഡ് മോർ പ്രസൻറ്റ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുടെ സിസ്റ്റംസിലേക്ക് ആഡ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഡീപ്പ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മളുടെ ഫാമിലിയുടെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ കൂടുതൽ നേരം സംസാരിക്കുകയാണെങ്കിൽ, ഫിസിക്കലി, ഫോണിലൂടെയല്ല, നമ്മൾ ഫിസിക്കലായിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഓക്സിറ്റോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് ലവ് ഹോർമോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദിവസത്തിൽ ഒരു 15 മിനിറ്റ് ഒന്നും ചെയ്യാതെ വെറുതെ ബോർഡായിട്ട് ഇരിക്കുവാണെങ്കിൽ അതും നമ്മളുടെ ബ്രെയിനിൻ്റെ ഈ ഓവർ സ്റ്റിമുലൈസേഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്നും ചെയ്യാതെ നമ്മളൊരു 15 മിനിറ്റ് എന്തെങ്കിലും ഒബ്സർവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് വല്ലോ ചെയ്ത്, അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മളുടെ മൂന്നാമത്തെ ടിയർ, ന്യൂറോ അഡാപ്റ്റേഷൻ. നമുക്കൊരു ഹെവി ആയിട്ടുള്ള അഡിക്ഷൻ ഉണ്ട്, അതായത് ഒരു ഡ്രഗ് അഡിക്ഷൻ, അല്ലെങ്കിൽ ഗെയിമിംഗ് ആവാം, അല്ലെങ്കിൽ പോൺ ആവാം, അങ്ങനെ എന്തും ആവാം. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടെന്നുള്ളതെന്ന് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ അതിനെ റേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് ഡോക്ടർ ആനാലിക്ക് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു 30 day ബ്രേക്കാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരു കാര്യം നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുമ്പോൾ എന്തോരം പാടായിരിക്കുമെന്ന്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആദ്യത്തെ ഒരു 2 ആഴ്ച ഭയങ്കര പാടാണെങ്കിലും നമുക്ക് പിന്നീട് അത് ഫോളോ ത്രൂ ചെയ്യാനായിട്ട് കുറേ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ മെത്തേഡിലൂടെ ഞാൻ എൻ്റെ ഷുഗർ കൺസപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ 3 ടിയേഴ്സ്. ആൻഡ് ഇതെല്ലാം ചെയ്ത് നമ്മളുടെ ഡോപ്പമിൻ ബേസ് ലൈൻ സ്റ്റേബിലൈസ് ആയിക്കഴിഞ്ഞാൽ കോൺവെർസേഷൻസ് ഫീൽ റിച്ചർ, വർക്ക് ഫീൽസ് സാറ്റിസ്ഫൈയിങ്, ഗോൾസ് ഫീൽ എനർജൈസിങ് അഗെയിൻ. ആൻഡ് ഇതിൻ്റെ എല്ലാം ഡീപ്പർ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചീപ്പ് സ്റ്റിമുലേഷന് വേണ്ടിയല്ല നമ്മളുടെ ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യേണ്ടത്, പകരം മീനിങ് ആയിട്ടുള്ള എഫേർട്ടിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ആൻഡ് ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ അല്ല, റീകാലിബ്രേഷൻ ആണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്.